ഹായ്. നമ്മൾ ഒരുപാട് നമ്മുടെ സഹോദരിമാർ വന്ന് പറയണതും അതുപോലെ തന്നെ ക്യാമ്പസുകളിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ളത്. ഞാൻ ഇടയ്ക്കൊക്കെ ആലോചിക്കും, കല്യാണം കഴിക്കാൻ പെൺകുട്ടികൾ താല്പര്യമില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. പിന്നെ അവർ പറയുന്നത് ഒരുപാട് ആൾക്കാർ, ഒരുപാട് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ്. മക്കളെ, നിങ്ങൾ അതൊന്ന് ആലോചിക്കുക. നമ്മുടെ സമൂഹത്തിലെ ഈ കേരളം എന്ന് പറഞ്ഞ ഇട്ടാവട്ടത്ത് നടന്നതാണ് ഈ കൊച്ചു കുട്ടികൾ വരെ കടലിൽ എറിഞ്ഞു കൊന്നതും പുഴയിലും കിണറ്റിലും ഇങ്ങനെയൊക്കെ കൊല്ലുന്നത് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അവിഹിതത്തിൻ്റെ പേരിൽ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ, മക്കളെ വരെ ഇട്ടെറിഞ്ഞ് പോകുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കാമം എന്ന് പറഞ്ഞൊരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് മുഴുവൻ. ഇവരൊക്കെ അവകാശപ്പെടുന്നത് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കെയറിങ് കിട്ടണില്ല, അല്ലെങ്കിൽ ഭർത്താവ് സംസാരിക്കാൻ നേരമില്ല എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. നിങ്ങൾ ഇതിന് ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. കാരണം വെച്ചാൽ ഇത് കേൾക്കുന്ന സഹോദരങ്ങൾ വല്ലവരും ഉണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കുക. കാരണം ഒരാണിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ കൂടെ പോകുന്നതാണ്. ആ സമയത്ത് ശരിക്കും നമുക്ക് സ്നേഹത്തിൻ്റെ പുറത്ത് ചിലപ്പോൾ രണ്ട് വർത്താനം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങളത് അങ്ങനെ പ്രതീക്ഷിക്കരുത്. കാരണം സ്നേഹമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത് എന്നുള്ളത് പ്രതീക്ഷിക്കരുത്. പക്ഷേ നിങ്ങൾ ഈ ചെയ്യുന്നത് മുഴുവനും കാമത്തിന് വേണ്ടി മാത്രമാണ് എന്നാണ് ഞാൻ പറയുള്ളൂ. അല്ലാതെ അവിടെ പിന്നെ ഈ പറഞ്ഞ മാതിരി ആണുങ്ങളെല്ലാവരും അച്ചിൽ വാർത്തിട്ടാക്കിയ ആൾക്കാരൊന്നുമല്ലല്ലോ. അവർക്കും വിചാര ചിന്തകളൊക്കെ ഇല്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്ന മാതിരി നിങ്ങളെ കെയർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞ മാതിരി തിരിച്ചും ആവണം എന്ന് ആണുങ്ങളും ആഗ്രഹിക്കില്ലേ? അതല്ലാതെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ പറയുന്നത് തന്നെയാണ് സത്യാവസ്ഥ എന്ന് പറയണതിൽ ഒരു ലോജിക്കും ഇല്ല കേട്ടോ. കാരണം ഭയങ്കര വിഷമമാണ്. കാരണം ഇപ്പോൾ എറണാകുളത്ത് മാത്രം 22,000 HIV ബാധിതരുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ അടുത്തിറങ്ങിയ ഇതിൽ വന്നത്. അതുപോലെ അത് എറണാകുളത്ത് മാത്രം. അപ്പോൾ നമ്മുടെ 14 ജില്ലകളിൽ എത്ര പേരുണ്ടായിരിക്കാം HIV ബാധിതരെന്നുള്ളത് ഒന്നും അറിയില്ല. കാരണം ഇതിപ്പോൾ ഞാൻ ഒരു 3-4 മാസം മുമ്പാണ് എൻ്റെ മാമൻ, ആൾ ബോംബെയിലാണ്, എൻജിനീയറാണ്, വൈഫ് ടീച്ചറാണ്, മക്കൾ 2 പേര് അമേരിക്കയിലാണ്. അപ്പോൾ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ്. മോളുടെ കല്യാണം കഴിഞ്ഞു, അവർ അമേരിക്കയിൽ സെറ്റിൽഡാണ്. മകനും കാനഡയിലും കണ്ടാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ വെറുതെ ചോദിച്ചൊരു കല്യാണം മോന് പറ്റിയ വല്ല നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നതാണ് താല്പര്യം. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ വല്ല ഡിമാൻഡ് ഉണ്ടോ എന്ന് വെച്ചു. ഡിമാൻഡ് ഉണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞു, കുലം ഗോത്രം ജാതിയൊന്നും നോക്കണില്ല, സാമ്പത്തികം നോക്കണില്ല, പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എനിക്ക് ആ നേരത്തെ ചിന്ത പോയത് ഒരേ ഗ്രൂപ്പിലുള്ള ബ്ലഡാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളുണ്ടാകാൻ ബുദ്ധിമുട്ടാണെന്ന് പണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ വല്ല കാര്യമായിരിക്കുന്നത് വിചാരിച്ചത്. പിന്നീടാണ് ഇന്നാളൊരു വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞു, ഇപ്പോഴത്തെ കാലത്ത് കല്യാണം കഴിക്കണമെങ്കിൽ ആദ്യം സ്ത്രീയും പുരുഷൻ്റെയും ഒന്നുമല്ല സ്വർണ്ണമോ അല്ലെങ്കിൽ സമ്പത്തോ ഈ വക ഒരു കാര്യമല്ല നോക്കണ്ട, ആദ്യം ബ്ലഡുകൾ 2 പേരെയും ടെസ്റ്റ് ചെയ്യുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അവരാണ്. അപ്പോൾ അസുഖങ്ങളില്ലാതെ പോട്ടെ, നല്ല കുടുംബജീവിതം ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് ആ പറഞ്ഞ വാചകത്തിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നടന്നിട്ട് ഈ ശരിക്കും പറയാൻ പാടില്ല സോഷ്യൽ മീഡിയയിൽ, എങ്കിൽ പോലും നമ്മൾ പറയാണ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, സ്ത്രീ ആയാലും പുരുഷനായാലും ജീവിതത്തിൽ 50% സെക്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ബാക്കിയുള്ള 50% മറ്റുള്ള കെയറിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണല്ലോ പല പെണ്ണുങ്ങളും വേലി ചാറുന്നതും അതുപോലെ തന്നെ കോളേജിലും ക്യാമ്പസുകളിലും ഈ സെക്സുകളൊക്കെ നടക്കുന്നതിൻ്റെ മെയിൻ ഘടകങ്ങൾ ഇതൊക്കെ തന്നെയാണ്. താല്പര്യമില്ലാണ്ടല്ലോ. അപ്പോൾ ഇതിനെക്കാട്ടൊക്കെ നല്ല കാര്യം മക്കളെ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ച് നല്ല ജോലി മേടിച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയായതിനു ശേഷം നിങ്ങൾ വിവാഹം കഴിച്ച് അങ്ങോട്ട് പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് മനസ്സിലാക്കി അങ്ങോട്ടൊക്കെ മനസ്സിലാക്കി ജീവിക്കുക. അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ് മക്കളെ. അല്ലാണ്ട് ഈ പറയുന്നതൊന്നുമല്ല. കല്യാണം കഴിക്കാണ്ട് നിങ്ങൾ ജീവിച്ചുകൊണ്ട് ആർക്കും ഇവിടെ നഷ്ടങ്ങളൊന്നും വരാൻ പോകില്ല. പക്ഷേ നമുക്ക് ഈ കാണുന്ന ആരോഗ്യമൊക്കെ നമ്മുടെ മരണം വരെ ഉണ്ടാവും എന്നുള്ള ഉറപ്പൊന്നും നമുക്കില്ലല്ലോ. ഒരു സമയത്ത് നമുക്കൊരു വടി കുത്തി പിടിക്കേണ്ട ആവശ്യം വരിക, അല്ലെങ്കിൽ ഒരു കൈത്താങ്ങിൻ്റെ ആവശ്യം വരിക. ആ സമയത്ത് നിങ്ങൾ എങ്ങനെ ജീവിക്കും? ഇപ്പം കാണുന്ന ആ ശൗര്യമൊന്നും പിന്നീട് ഉണ്ടാവില്ല. അതൊക്കെ ഞാനൊരു എന്താ പറയുക, ഒരു 10-48 വയസ്സ് വരെ ജീവിച്ച എൻ്റെ ഈ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നതാണ്. ഒന്ന് വീണ് കിടന്നാൽ ഈ ശരിക്കും പറഞ്ഞാൽ അച്ഛനമ്മയും വരെ ഉണ്ടാവില്ല. ചിലപ്പോൾ ഭാര്യയാവും നോക്കുക, അല്ലെങ്കിൽ ഭർത്താവാവും നോക്കുക, അല്ലെങ്കിൽ മക്കളാവും നോക്കുക.
ഇതൊന്നും മനസ്സിലാക്കാണ്ട് വന്നിരുന്ന് തലയ്ക്ക് ഓളല്ലാണ്ട് പല വിവരദോഷികൾ എന്ന് പറയുന്ന വാചകങ്ങളുടെ കേട്ടിട്ട് നിങ്ങൾ നിന്നിട്ടൊരു കാര്യമില്ല. കാരണം പെണ്ണുങ്ങൾ അവരുടെ ജീവിതം പരാജയമാകുമ്പോഴാണ്, അല്ലെങ്കിൽ അവരുടെ ഈ പരാജയവാക്കുകൾ പറയാൻ വരുന്ന സ്ത്രീകളുടെ വായിലെ നാവ് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ ഇട്ടിട്ട് പോകുന്ന അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് തന്നെ മനസ്സിലാവും. കാരണം അവർ സംസാരിക്കുന്ന രീതി അങ്ങനെയാണ്, അവരെ ഉൾക്കൊള്ളാനും കഴിയില്ല. അവരുടെ കുടുംബത്തെ ശൈലി അത് തന്നെയല്ലേ ആയിരിക്കുക. അപ്പോൾ ഓക്കെ മക്കളെ, കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. കല്യാണം എന്ന് പറയണത് സ്വർഗ്ഗത്തിൽ നടക്കുക എന്നൊക്കെ പറയും. ഈ സ്വർഗ്ഗത്തിലൊന്നല്ല, നമ്മുടെ ഭൂമിയിൽ നടക്കുന്ന ഒരു നല്ല സംഭവമാണ്. എന്ത് പൊരുളായാലും നമ്മൾ നല്ലതിനെ നല്ലതായിട്ട് കാണുമ്പോൾ മാത്രമേ നല്ലതാവുള്ളൂ. നമ്മളതിന് തെറ്റായിട്ട് കാണുകയാണെങ്കിൽ അത് തെറ്റായിട്ട് തന്നെ ആവുള്ളൂ.